അതുപോലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മെഡിസിൻസ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേൾക്കാം ആ മരുന്ന് പിൻവലിച്ചു. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ പൊട്ടനാ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയോ, അതായത് അത്രയും നാൾ ഉപയോഗിച്ചിരുന്ന ഒരു പൊട്ടന്മാരാവില്ലേ, അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ സയൻസാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ ഇന്നും നമ്മൾ അതിനെ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു മരുന്ന് ഇറക്കി, ഞാനിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പാരസെറ്റമോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്നിൻ്റെ കോമ്പിനേഷൻ ഇറക്കി. അപ്പോൾ അതുവരെ നടത്തിയ പഠനങ്ങളിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഗുണഫലങ്ങളുണ്ട്, ഏതൊരാൾക്കും കഴിച്ചു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്നറിഞ്ഞതിന് ശേഷമാണ് മരുന്നുകൾ മാർക്കറ്റിലേക്ക് വരുന്നത്. അവിടെ കൊണ്ട് അതിൻ്റെ പഠനങ്ങൾ തീരുന്നില്ല. ഇപ്പോൾ നമ്മളൊരു മാർക്കറ്റിൽ ഇറക്കിയെന്ന് വിചാരിച്ചു ഓക്കെ ഇതങ്ങ് പോയി, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മരുന്നിനെ കുറിച്ച് പഠിക്കാം, അങ്ങനെയല്ല. ഇതിനെക്കുറിച്ചുള്ള കണ്ടിന്യൂസ് പഠനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഒരു 10 വർഷത്തിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മൾ ഇതിനൊരു ആക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ലെവലിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇതിനൊരു ഈ ഒരു സ്മോൾ ചെറുതായിരിക്കും. ഗ്രോസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ആണ് നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഒരെണ്ണം നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. അതിൽ കൂടുതൽ എഫക്റ്റ് വേറെ ഏതെങ്കിലും മരുന്ന് കൊടുത്താൽ കിട്ടും, ഈ സൈഡ് എഫക്റ്റ് കുറവാണെന്ന് വരികയെന്ന് വിചാരിച്ചു. അപ്പം അത് തീരുമാനമാകും, എന്നാൽ ഇനി മരുന്ന് നമുക്ക് കൊടുക്കണ്ട. നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ 100% പെർഫെക്ഷനിലേക്ക് പോവുകയാണ്. ആ ചെറിയൊരു എഫക്റ്റ് പോലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതിലും ബെറ്റർ ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് ഉപയോഗിക്കേണ്ട, നമുക്ക് അത് ഉപയോഗിച്ചാൽ മതി, പുതിയത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് വേണ്ട. അപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ട് ബാൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതിങ്ങനെ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കും.